ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്ന നല്ലൊരു അടിപൊളി റെസിപ്പീൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ കപ്പ ബിരിയാണി എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതിൻ്റെ. ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടുനോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണ് ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. കിടിലൻ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ 2 കിലോ കപ്പയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ ബീഫൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുക്കറിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം സവാള കട്ടാക്കിയതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അളവ് കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം 2 കിലോ ബീഫിനും കപ്പ ബിരിയാണിക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് ഇഷ്ടമുണ്ടോ അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പം മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാരണ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുള്ള ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഇട്ട മസാലയൊക്കെ ഈ ബീഫിലേക്ക് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബീഫിൽ പിന്നെ എല്ലും ഇറച്ചിയും രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കപ്പ ബിരിയാണി തയ്യാറാക്കുമ്പം എപ്പോഴും അതുപോലെ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക, നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാവും കേട്ടോ. കുറച്ച് ആ നെയ്യിൻ്റെ ഒക്കെ അങ്ങനെ വരുമ്പം ആ കപ്പ ബിരിയാണിയിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ടിത് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ, ഒരു ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായി വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചില ആൾക്കാർ ബീഫിൽ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കും. ഞാനിവിടെ കപ്പ ബിരിയാണിക്കായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം വെള്ളം, നമ്മൾ ബീഫ് ഈ വെള്ളത്തോടെ നെക്കൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ബീഫിൻ്റെ മുകളിലേക്ക് വെള്ളം വരരുത്, ബീഫും വെള്ളവും കൂടി ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് നല്ലതുപോലെ വേവുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഈ കപ്പ ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ. ഇപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 5-6 ഫിസിലിൽ വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഇവിടെ ബീഫ് വേവണം, അതുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു 5-6 ഫിസിലിൽ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കപ്പയൊക്കെ കൊത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതും ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ കപ്പയും വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വെള്ളം വെക്കണം, കാരണം ആ വെള്ളം തിളച്ചതിന് ശേഷം വെള്ളം ഊറ്റി കൊടുക്കണം കേട്ടോ. തിളപ്പിച്ച് നല്ലതുപോലെ കപ്പ വെന്തതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളയുന്നുണ്ട്. കപ്പയിൽ ഉപ്പ് മാത്രം ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ കറക്റ്റ് ഒരു 6-7 ഫിസിലിൽ ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 ഫിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിസിൽ കളയാതെ നമ്മൾ ആ കുക്കർ കുറച്ച് നേരം മൂടി വെച്ചാൽ മതി. അപ്പം നല്ല കറക്റ്റ് രീതിയിൽ വെന്ത് കിട്ടും. ഇപ്പോൾ കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. കപ്പയിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്, കാരണം കപ്പയിലെ കട്ടുണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയുന്നത്. ഇനി ഇപ്പോൾ കപ്പ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കപ്പ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കപ്പ വേവിക്കാൻ വെക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം കൂടുതൽ വെക്കണം, കാരണം ഈ കപ്പ തിളച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോകും. അങ്ങനെ വറ്റിയിട്ടുണ്ടെങ്കിൽ കപ്പയിൽ വെള്ളം കുടിച്ചിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ നമ്മളെപ്പോഴും വെള്ളം കൂട്ടി വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ വെന്ത് ആ വെള്ളമൊക്കെ ഊറ്റിക്കളയുമ്പോൾ നല്ല കറക്റ്റ് രീതിയിൽ നമ്മുടെ കപ്പ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഞാനിവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കപ്പ കറക്റ്റ് 3 ഫിസിലായപ്പോഴത്തേക്കും കറക്റ്റ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബീഫ് ഞാനിവിടെ കുക്കറിൽ നിന്നും ഒരു വട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നല്ല ഏകദേശം ആ ചാറ്, ഒരുപാട് ചാറുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ചെറുതായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചാറോട് കൂടി തന്നെ വേണം നമ്മൾ ഇതിലേക്കാണ് കപ്പ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്.
ചില ആൾക്കാർ കപ്പയിലേക്ക് നമ്മൾ ഇറച്ചി അങ്ങനെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും. ഞാനിവിടെ നേരെ തിരിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെ ഇട്ടാലും നമുക്ക് സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് അധികം കപ്പ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും കപ്പേൻ്റെ കഷ്ണം ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ടും കപ്പ ഉടച്ചെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കപ്പ ഉടയ്ക്കാതെയോ അല്ലെങ്കിൽ ഇതേപോലെ ഉടച്ചിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തയ്യാറാക്കി എടുക്കാം. ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങ ചേർക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കൊന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒട്ടും തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കപ്പയും ഈ ഇറച്ചിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ കപ്പ ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്കിത് കപ്പ ആദ്യം തന്നെ ഉടയ്ക്കാതെ നേരെ ഈ കറിയിലേക്ക് ഇട്ടതിന് ശേഷം ഉടച്ചെടുത്താലും മതിയാകും. പക്ഷേ അങ്ങനെ ഇടുമ്പം എനിക്കധികം ഉടഞ്ഞ് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെ കുഴഞ്ഞ് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്താലും മതിയാകും. ഇവിടെ അങ്ങനെ ഇങ്ങനെ നല്ലതുപോലെ ഉടച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, വേഗം ആ കറിയൊക്കെ വറ്റിപ്പോകും. അങ്ങനെ ആവരുത്. ഇതേപോലെ ഒന്ന് കുഴഞ്ഞ് നല്ല കറക്റ്റായ രീതിയിലായിരിക്കണം നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കാനും പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ഗ്രേവിയോടെ കാണുമ്പം ഭയങ്കര എരിവാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ കറിക്ക് അധികം എരിവ്, ഈ ഒരു കപ്പ ബിരിയാണിക്ക് അധികം എരിവൊന്നും ഉണ്ടാവത്തില്ല. നല്ല കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിടിലനായിട്ടുള്ള നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാവർക്കും വിളമ്പാണ് കേട്ടോ. എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് ഈ കപ്പ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പം അത്ര വലിയ ഒരു സുഖമുള്ള ഒരു പരിപാടിയല്ല. പക്ഷേ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിക്കുമ്പം എന്തൊരു ഫുഡാണെങ്കിലും അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള നല്ല അടിപൊളി ഫുഡ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് വിളമ്പാണ്. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.